ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ലോക നേതാക്കൾ. അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുളവാക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിച്ചാണ് പുടിൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയത്. ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാനില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവിധത്തിലുമുള്ള തീവ്രവാദ ശക്തികളെയും ചെറുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പുടിൻ ഉറപ്പു നൽകി. അതേസമയം മാസങ്ങൾക്ക് മുൻപേ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് പഹൽഗാമിൽ പെടുന്നനെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശം നൽകുകയാണ് പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം. ജമ്മു മേഖലയിൽ സമീപമാസങ്ങളിൽ ദുഷ്കര പർവ്വത പ്രദേശങ്ങളിൽ കൂടിയും കൊടും വനമേഖലയിൽ കൂടിയുമൊക്കെ കാര്യമായ തോതിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടെ മെച്ചമായത് ISIയെ അലട്ടുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഈയൊരു സാഹചര്യത്തിലാണ് കശ്മീരിൽ പുതിയ ഭീകരതയ്ക്ക് വേരുപടർത്താൻ ISIയിലെ ഒരു വിഭാഗത്തെ പാക് നേതൃത്വം കയറൂരിവിട്ടത്. കശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസറിലാണ് ചൊവ്വാഴ്ച ഭീകരാക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 28 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ച മലയാളി. കൊല്ലപ്പെട്ട 16 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 2019 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. റിസോർട്ട് പട്ടണമെന്ന് അറിയപ്പെടുന്ന പഹൽഗാമിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ബൈസറിലാണ് ആക്രമണമുണ്ടായത്. പൈൻ വനങ്ങളാലും പർവ്വതങ്ങളാലും ചുറ്റപ്പെട്ട വിശാലമായ ഒരു പുൽമേടാണിവിടെ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രം. മിനി സ്വിറ്റ്സർലാൻഡ് എന്ന വിളിപ്പേരുള്ള ഈ പുൽമേട്ടിലേക്ക് കടന്നുവന്ന ആയുധധാരികളായ ഭീകരർ ഭക്ഷണശാലകൾക്ക് ചുറ്റും കൂടി നിന്നവർക്കും നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. 29ഓളം പേർക്ക് പരിക്കേറ്റു എന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നീടാണ് ഇത്തരത്തിൽ 28 പേർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തുവരുന്നത്. എന്തായാലും ഇത് ദ റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്.